മുറി നഷ്ടപ്പെട്ടതോർത്ത് വിഷമിച്ചിരിക്കുന്ന സുധീനെയും ശ്രുതിനെയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. ശേഷം നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പണം വാങ്ങി നമുക്കൊരു മുറി പിടിക്കാമെന്ന് ശ്രുതി പറയുന്നതോടെ ശ്രുതിയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് രേവതിയെ കാണാൻ മുറിയിലെത്തുന്ന ചന്ദ്രമതി ആറാഴ്ച കഴിഞ്ഞ് രേവതിക്ക് എഴുന്നേക്കാൻ പറ്റുമെന്നും അതുവരെ രേവതിയുടെ കാര്യങ്ങൾ താൻ തന്നെ നോക്കേണ്ടി വരുമെന്നും തിരിച്ചറിയുന്നതോടെ ഞെട്ടിപ്പോകുന്നു. ശേഷം രേവതിയുടെ ആവശ്യപ്രകാരം വെള്ളമെടുക്കാൻ അടുക്കളയിൽ പോകുന്ന ചന്ദ്രമതി രേവതിയുടെ അവസ്ഥയെപ്പറ്റി ഭാമേനെ വിളിച്ചറിയിക്കുകയും രേവതിയെ നോക്കാനും വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാനും എന്നെക്കൊണ്ട് തനിയെ പറ്റില്ലെന്നും നീ കൂടെ എന്നെ സഹായിക്കാൻ വരാനും പറയുന്നു. എന്നാൽ ഞാൻ അമർനാഥ തീർത്ഥയാത്രയ്ക്ക് പോവുകയാണെന്നും അതുകൊണ്ട് പറ്റില്ലെന്നും നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നാളെ നീ എൻ്റെ ഒപ്പം വരാനും ഭാമ പറയുന്നു. തുടർന്ന് ഭാമയോടൊപ്പം തീർത്ഥാടനത്തിന് പോകാനായി ചന്ദ്രമതി തീരുമാനിക്കുന്നു. പിന്നീട് നാട്ടിലെത്തുന്ന നീലിമ സച്ചിനെ വിളിച്ച് നാട്ടിലെത്തിയ വിവരം അറിയിക്കുമ്പോൾ രേവതിക്ക് ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ട് ഓട്ടം വരാൻ പറ്റില്ലെന്ന് സച്ചി പറയുന്നു. പിന്നീട് രാത്രി കിടന്നുറങ്ങുന്ന രേവതിക്ക് പനി കൂടി പിച്ചും പേയും പറയുന്നതോടെ സച്ചി മരുന്ന് കൊടുക്കുകയും രേവതിയുടെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയും പനി കൂടാതിരിക്കാനായി നെറ്റിയിൽ തുണി നനച്ചിടുകയും രാത്രി മുഴുവൻ ഉറങ്ങാതെ രേവതിക്ക് കാവലിരിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരോടും യാത്ര ചോദിച്ച് തീർത്ഥാടനത്തിന് പോകാനൊരുങ്ങുന്ന ചന്ദ്രമതിയോട് രേവതിയുടെ അവസ്ഥയിൽ നീ പോകുന്നത് ശരിയല്ലെന്ന് രവീന്ദ്രൻ പറയുന്നു. ശേഷം നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്നതെന്നും തടസ്സം പറയരുതെന്നും ചന്ദ്രമതി പറയുന്നു. ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.